ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുപോലെ വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്നലെയല്ല ഇന്നും ന്യൂസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഓരോ ആൾക്കാരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ന്യൂസിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്നലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പുറപ്പെട്ട എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെടുകയും അതിൽ ഉണ്ടായിരുന്ന 12ഓളം ജീവനക്കാരും അതുപോലെ തന്നെ 241ഓളം പാസഞ്ചേഴ്സും അപകടത്തിൽ മരിക്കുകയുണ്ടായി. അതിലൊരാൾ മാത്രം, ദൈവത്തിൻ്റെ കൈകളെന്ന് തന്നെ നമുക്ക് പറയാമല്ലേ, അതിലെ ഒരാൾ മാത്രം, രമേശ് എന്ന വ്യക്തി എമർജൻസി എക്സിറ്റ് വഴി ചാടി രക്ഷപ്പെടുകയുണ്ടായി. പുള്ളിക്കാരൻ്റെ മുഖത്തും എല്ലാം പരിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു രണ്ടാം ജീവിതം എന്ന് തന്നെ നമുക്ക് പറയാം. ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണെന്ന് നമുക്ക് ആശ്വസിക്കാം ഒരാളുടെ കാര്യത്തിലെങ്കിലും. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും മരണം. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചവരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പറന്നുയർന്നവർ ഒരുപാട് പേര്. അതിൽ നമ്മുടെ മലയാളികളുമുണ്ട്. അതിൽ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിതയും മരണപ്പെടുകയുണ്ടായി. ആ വീഡിയോ ആണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മൊത്തം ആ പുള്ളിക്കാരിയുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയായിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. കാരണം ആ കുഞ്ഞുങ്ങൾ ഇനി അനാഥരാണ്. സത്യത്തിൽ അവർക്ക് സത്യം പറഞ്ഞാൽ എത്ര 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആകില്ലെന്നാണ്. ഒരിക്കലും ഇനി ആ അമ്മ ചേർത്ത് പിടിക്കില്ലെന്നോർത്ത് ആ പിള്ളേരുടെ ആ കരച്ചിൽ നമ്മുടെ കണ്ണുകളിൽ നിന്ന് മായത്തില്ല. അതിലുപരി ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു അത്താണിയായിരുന്നു രഞ്ജിത എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് രഞ്ജിതയ്ക്ക് 3 ദിവസത്തെ ലീവിന് വന്നതാണ്. അതായത് ഗവൺമെൻറ് സർക്കാർ ജോലിയാണ്. അതിൽ ലീവ് കൂട്ടിക്കൊടുത്തിട്ടാണ് പുള്ളിക്കാരി പോയിരിക്കുന്നത്. UK ലണ്ടനിൽ കുറേ നാൾ പ്രവാസ ജീവിതമായിരുന്നു. ഇപ്പം ലണ്ടൻ UK വർക്ക് ചെയ്യുന്നത്. അപ്പം 3 ദിവസത്തെ ആ ലീവ് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒപ്പിട്ടൊക്കെ കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഒന്നുകൂടെ വന്നതാണ്. കാരണം വീട് പണിയും കാര്യങ്ങളും എല്ലാം നടത്തണ്ടേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം റിപ്പോർട്ടർമാർ ചെന്നിട്ട് ആ വീട് പണി ഏൽപ്പിച്ച ആ പുള്ളിക്കാരനെ കാണുമ്പോൾ ആ പുള്ളിക്കാരനെ ഒറ്റ ദിവസത്തെ എങ്ങാണ്ട് പരിചയമില്ല. എന്നിട്ടും ആ പുള്ളിക്കാരൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരട്ടെ. കാരണം എന്താണ്, ഒരു മുറിയെങ്കിലും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി ശരിയാക്കി കൊടുക്കണം, പെട്ടെന്ന് ഗൃഹപ്രവേശം നടത്തണം എന്നൊക്കെ ആഗ്രഹമായിട്ട് സാധനങ്ങളെല്ലാം പുള്ളിക്കാർ തന്നെ പോയി സെലക്ട് ചെയ്ത് എല്ലാം ചെയ്തതിന് ശേഷം പോയതാണ്. ആ കുട്ടികൾ സ്കൂൾ വിട്ട് തിരിച്ചു വന്നു തൻ്റെ അമ്മ ഇനി ഇല്ല, അമ്മ ഇനി ചേർത്ത് പിടിക്കാൻ ഒരു ദിവസം പോലും തൻ്റെ അമ്മേനെ കിട്ടില്ല എന്ന വാർത്ത അറിയുമ്പോൾ അതുങ്ങൾ അലറി കരയുകയാണ്. ആ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. വീഡിയോ ആഡ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാം, അവരത്രയും വിഷമിച്ചിരിക്കുകയാണ്. അവരുടെ വിഷമങ്ങൾ അവർ കരഞ്ഞു തീർക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ടർമാർ ചെന്നിട്ട് ഓരോ ക്വസ്റ്റ്യനും ചോദിച്ചു അവരെ വീണ്ടും വിഷമിപ്പിക്കാതിരിക്കും. മോളെ കരയാ എല്ലാരും പ്രാർത്ഥിക്കുക, ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കാം. ഒന്നും പറ്റത്തില്ല. അവരത്രയും അധികം മാനസികമായിട്ട് ആ കുട്ടികൾ തളർന്നിരിക്കണം. ഒരാൾ 3ാം ക്ലാസ്സിലും അതുപോലെ തന്നെ ഒരാൾ 10ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഏറ്റവും ഒരു താഴ്ന്ന നിലയിൽ താമസിക്കുന്ന കുടുംബം തന്നെയാണ്. ഒരാണിൻ്റെ ഒരു സാമീപ്യ കാര്യമൊന്നും ആ കുടുംബത്തിലില്ല. വാർത്തകളിലെല്ലാം പറയുന്നുണ്ട് 2 കുട്ടികളും ആ അമ്മയും, അതും അമ്മ പ്രായം ചെന്ന ഒരു അമ്മ കൂടിയാണ്. അവർക്കിനി ആരാണ് ഉള്ളത് എന്നാണ് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരുപോലെ ചിന്ത വരുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. നമുക്ക് സത്യാവസ്ഥ കൂടുതലൊന്നും അറിയില്ല. എങ്കിലും ആ കുടുംബത്തിലെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് രഞ്ജിത വിടവാങ്ങിയിരിക്കുകയാണ്. അതിലുപരി നമ്മൾ മലയാളി ആയതുകൊണ്ട് രഞ്ജിതയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ 6 മാസം മാത്രമായി കല്യാണമായിരുന്ന ഒരാൾ, നമ്മുടെ കേരളത്തിലുള്ളവരല്ല, അവരാണെങ്കിലും സ്വപ്നങ്ങളും ഭർത്താവിനോടുള്ള വിരഹവും സ്നേഹവും എല്ലാം പങ്കുവെച്ച് ആ വിമാനത്തിൽ പറന്നിറങ്ങി. ഭർത്താവും അവിടെ കാത്തിരിക്കുമായിരിക്കുമല്ലേ.
ഭാര്യ വരുന്നത് ഓർത്ത്. അവരുടെ ഇനി ഒരിക്കലുമില്ല ആ കാത്തിരിപ്പ് ഇനി ജീവിതകാലം മുഴുവൻ നീളുക എന്നുള്ള ആ നിമിഷമൊക്കെ നമുക്ക് ആലോചിക്കുക. എനിക്ക് സത്യം പറഞ്ഞ ന്യൂസ് കാണുമ്പോൾ കരച്ചിലാണ്. കാരണം ഒരുപാട്, അതുപോലെ തന്നെ ഒരു ഡോക്ടറും ഫാമിലിയും അവരുടെ പിള്ളേരും എല്ലാം ഫുള്ളായിട്ട് മരിച്ചു പോകുന്നു. ഒരുപാട് ആൾക്കാർ, അതുപോലെ തന്നെ ഒരു ക്യാബിൻ ക്രൂവിൻ്റെ കാര്യം പറയുന്നു. പുള്ളിക്കാരി ആയിരുന്നു ആ വീടിൻ്റെ അത്താണി, ഒരു പാവപ്പെട്ട വീട്ടിലാണ്. അവരുടെ കരച്ചിലും ബഹളവും ഒക്കെ ഫോട്ടോയൊക്കെ പിടിച്ച് നമ്മൾ കരയുന്നുണ്ട്, നമുക്ക് സഹിക്കത്തില്ല. അതുപോലെയുള്ള വിഷമമാണ്. അതുപോലെ തന്നെ പൈലറ്റ്, എല്ലാവരുടെയും കാര്യങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഇനിയൊരു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണം എന്ന് പറയുന്നത്. എത്രയോ സത്യമാണ് അല്ലേ? ഓരോ പ്രതീക്ഷകളുമായിട്ട് അവർ നാളെ എന്ന് പറഞ്ഞ് എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ട് ആ എയർക്രാഫ്റ്റോട് പറന്നുയർന്നവരായിരിക്കും. പക്ഷേ നാളെ അവരില്ല എന്ന് നമുക്ക് ഒരു നിമിഷം പോലും ചിന്തിക്കാം. നമുക്ക് പ്രിയപ്പെട്ടവർ പോയാൽ പോലും നമുക്കത് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നത്. നാളെ നമ്മളുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ എന്നൊരു പ്രതീക്ഷ ഇല്ലാതെ ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് ഈ വാർത്തയൊക്കെ കേട്ടപ്പോൾ എനിക്ക് അതാണ് തോന്നിയത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ റിപ്പോർട്ടർമാരെ കുറ്റം പറഞ്ഞില്ല. അവരുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള ന്യൂസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിയത്തുള്ളൂ, ശരിയാണ്. പക്ഷെ ഒരു വിഷമിച്ചിരിക്കുന്ന ആ കുഞ്ഞു മനസ്സുകൾക്ക് അവർക്കൊന്നും അറിയില്ല. ദൈവത്തെ ഓർത്ത് അവരെ ഇത്രയും ക്രൂരമായി ആക്രമിക്കാതിരിക്കാം. ഓരോ ക്വസ്റ്റ്യനും കാര്യങ്ങളും ആ അമ്മയോടാണെങ്കിലും ചോദിച്ച് വിഷമിപ്പിക്കാതിരിക്കുക. അമ്മ പെട്ടെന്ന് വരും എന്ന് പറഞ്ഞ് തന്നെയാണ് പോയെന്ന് പറഞ്ഞാണ് ആ കുഞ്ഞുങ്ങൾ അലറി കരയുന്നത്. അവരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആരെയും കുറ്റമായിട്ടല്ല, ഓരോരുത്തരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. എന്ത് ജോലിയാണ്, കാര്യമാണെന്ന് പറഞ്ഞാലും ഓരോ വീട്ടുകാരുടെ, നമ്മുടെ വീട്ടിലാണ് സംഭവിക്കുന്നതെന്നുള്ളൊരു മാനസികാവസ്ഥ അത് ചിന്തിച്ചു നോക്കിയാൽ മതി എന്ന്. നമുക്ക് ആ വീടിന്റെ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. കാരണം രഞ്ജിതയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല വീട് എന്നുള്ളത്. അതിനുവേണ്ടി തന്നെയാണ് ഒരുപക്ഷെ സർക്കാർ സർവീസിൽ നിന്നും കുറച്ചു കാലത്തേക്കെങ്കിലും അവധിയെടുത്ത് വിദേശത്ത് ആ ഒരു ജോലിക്കായി രഞ്ജിത പോയത്. ഇപ്പോൾ നമുക്ക് കാണാം പണി ഏകദേശം 80% പൂർത്തിയായതാണ്. മരപ്പണി ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്നിരുന്നു. അടുത്ത മാസത്തേക്ക് ആ വീട്ടിൽ കയറി താമസിക്കാം എന്ന ഒരു പ്രതീക്ഷ രഞ്ജിതയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് രഞ്ജിത കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മടങ്ങിയത്. ഇപ്പോൾ കാണുന്ന ആ വീടിൻ്റെ ഇടതുവശത്തായിട്ടാണ് കുടുംബ വീടുള്ളത്. അവിടെയാണ് രഞ്ജിതയുടെ അമ്മയും 2 മക്കളും ഇപ്പോഴുള്ളത്. ഇവർ ഏതാനും നാളുകൾക്ക് മുമ്പ് കോന്നി ഭാഗത്ത് മറ്റൊരു സ്ഥലത്ത് താമസിച്ചിരുന്നു. അവിടെ നിന്നും അവർ ആ പുരയിടമൊക്കെ വിറ്റ് ആ പണം കൂടി സ്വരൂപിച്ചുകൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിലേക്ക് പോയത്. രഞ്ജിത നമ്മൾ ഇന്നലെ ഇവിടെയുള്ള ബന്ധുക്കളുമായൊക്കെ സംസാരിച്ചിരുന്നു, സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. കഠിനാധ്വാനിയായിരുന്നു, കുടുംബത്തിന് വേണ്ടി വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്ന ഒരു യുവതി കൂടിയായിരുന്നു. ഇന്നലെ കൂട്ടുകാരികളൊക്കെ ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. കാരണം ഇനിയിപ്പോൾ വിദേശത്തെ ജോലി തൽക്കാലം അവിടെ നിന്ന് മാറി സർക്കാർ സർവീസിലേക്ക് തന്നെ തിരികെ വന്ന് ഇവിടെ കുഞ്ഞുങ്ങളോടും അമ്മയോടുമൊപ്പം കഴിയണം എന്നുള്ളതായിരുന്നു വലിയ ആഗ്രഹം. അപ്പോൾ ആ കാണുന്നത് രഞ്ജിതയുടെ വലിയ ഒരു സ്വപ്നം.